രഞ്ജി ട്രോഫി ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിന്റെ ആദ്യ ഇന്നിംഗ്സിൽ കേരളം പൊരുതുന്നു. രണ്ടാം ദിവസം മത്സരം നടത്തുമ്പോൾ കേരളം 3 വിക്കറ്റ് നഷ്ടത്തിൽ 131 റൺസ് നേടിയെടുത്തിട്ടുണ്ട്. അര സെഞ്ചുറിയുമായി ആദിത്യ സർവാദയും ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുമാണ് ക്രീസിലുള്ളത്. വിദർഭയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 379 റൺസിന് ഒപ്പമെത്താൻ കേരളത്തിന് ഇനി 248 റൺസ് കൂടി വേണം. നേരത്തെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 254 റൺസ് നിലയിലാണ് വിദർഭ രണ്ടാം ദിവസം രാവിലെ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ചത്. 153 റൺസ് എടുത്ത ഡാനിഷ് മലയവാർ ഉൾപ്പെടെയുള്ള വിദർഭയുടെ മുൻനിര വിക്കറ്റുകൾ കേരളം രാവിലെ തന്നെ സ്വന്തമാക്കി. ഒരു ഘട്ടത്തിൽ 9ന് 325 റൺസ് എന്ന നിലയിലേക്ക് എതിരാളികളെ പ്രതിസന്ധിയിലാക്കാനും കേരളത്തിന് സാധിച്ചു. 32 റൺസ് എടുത്ത നച്ചികേത് ബോട്ടെ വിദർഭ സ്കോർ 379 റൺസ് എത്തിച്ചു. ആദ്യ ഇന്നിംഗ്സ് ആരംഭിച്ച കേരളത്തിന് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയേറ്റു. 14 റൺസ് എടുക്കുന്നതിനിടെ ഓപ്പണർമാരായ രോഹൻ കുന്നുമലും അക്ഷയ് ചന്ദ്രനും തിരിച്ചെത്തി. മൂന്നാം വിക്കറ്റിൽ ആദിത്യ സർവാദെ അഹമ്മദ് ഇമ്രാൻ സഖ്യമാണ് കേരളത്തിന്റെ സ്കോർ മുന്നോട്ട് നീക്കിയത്. 120 പന്തുകൾ നേരിട്ട സർവാദെ 66 റൺസുമായി ക്രീസിലുണ്ട്. 83 പന്തിൽ 3 ഫോറടക്കം 37 റൺസ് എടുത്ത് അഹമ്മദ് ഇമ്രാൻ പുറത്തായി. മൂന്നാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 93 റൺസ് കൂട്ടിച്ചേർത്തു. സച്ചിൻ ബേബി 7 റൺസോടെ ക്രീസിലുണ്ട്. മത്സരത്തിന് ലൈവ് ലിങ്ക് ഇന്ന് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും മാച്ചിന് ലൈവ് ലിങ്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. യൂട്യൂബിലൂടെ മാച്ച് ലൈവ് കാണാൻ സാധിക്കുന്നതുമാണ്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.